തൊട്ടേ അവിടെ മേലെ രാമനെ കണ്ടേ വിനു ആമീന ബാബുനെ പിടിച്ചേ. അല്ല നീ അസോനെ തന്നെയാ കണ്ടത്. കണ്ടില്ല. ഇല്ല ഞാനെന്നാ കണ്ടില്ല. കുഞ്ഞുഞ്ഞി ഇവിടെ ഇവിടെയൊന്നും ഇല്ല. എല്ലായിടത്തും നോക്കി, ഇവിടെ എവിടെ ഇല്ല. അവൻ എവിടെ പോയി? വല്ല ഉമ്മാക്കും പിടിച്ചിരിക്കോ? ആ നോക്കാം. അവിടെ പോയി നോക്കാം. എന്റെ അക്കം പറഞ്ഞത് കണ്ടില്ലേ? അക്ക ചെമ്പരുന്ന് മറ്റാൻ ജയിലിലാണെങ്കിലും നമ്മുടെ കാര്യത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ തുറയിലുള്ളവർക്ക് അങ്ങനെ പേടിയുള്ളത് കൊണ്ടല്ലേ വള്ളക്കാരി ശരിയായ പങ്ക് മുടങ്ങാതെ നമുക്ക് തരണത്. അക്കനെ ചെമ്പരുന്ന് മറ്റാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഭാഗ്യമാണ് കേട്ടാ. ഇന്ന് കോളെന്താണ്? മകരസംക്രമം നാളെ തുടങ്ങാണ് കേട്ടാ. ചാകര വരുമെന്നാണ് തോന്നണത്. അപ്പൊ മീമല ഇടിയോ ചെല്ലയ്യ? ചെമ്മീൻ കയറിയ നല്ല കോളാണ് കേട്ടാ. മത്തിയും കണവയാണെങ്കിൽ പറയാൻ പറ്റില്ല. അതാ തോണി വരണുണ്ടെന്ന് തോന്നുന്നു. തോണിയാണ് അക്ക. അതെ, നോക്കട്ട് കേട്ട. മീനുണ്ടാവോ? കുടികാണുന്നുണ്ട്, അപ്പം മീനുണ്ടാവും. മത്തിയാണെന്നാണ് തോന്നുന്നത്. അയല തന്നെ. അല്ല, കണവ കണവ. മത്തി പന്തേണ്ട. ഞാൻ പറയുന്നത് കണവയാണെന്ന്. 100 രൂപ പണ്ടായ പന്ത്. കണവ. പറഞ്ഞത് മത്തിയാണെന്നാണ്. നീ പറഞ്ഞ കണവയാണെന്നാണ്. ഞാൻ പറഞ്ഞ നീ കണവയാണെന്നാണ്. അക്ക 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 പെരുത്ത് മത്തി കറിയിട്ടുണ്ട് കേട്ടാ. നമുക്കിത് കോളാണ്. വില എന്ത് പറയുന്നു? നോക്കിയിട്ട് വരത്ത് കേട്ടാ. വില എന്താണ്? നിങ്ങൾ വില പറയുന്നപ്പാ. നീ നോക്കട്ടെ. എത്ര കള്ളിയുണ്ട്? 2 കള്ളിയിൽ ഓരോ തോണിയിലും കൊടുക്കണ വില പറ. ഒരു കള്ളിക്ക് 300 രൂപ. എന്താ അബ്ദു, നിന്റെ മീനെന്താ സ്വർണം കെട്ടിയിരിക്കണം? ഞാൻ വായിക്കൊള്ളണ വില പറ. നാളെ സംക്രമമാണ്, ആരും കടലിൽ പോവില്ല. അതുകൊണ്ട് ഇന്നീ വില കെട്ടി. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാതെ മീൻ കൊടു. ഓരോ കള്ളിക്ക് 200 രൂപ വെച്ചോട്. എന്താ നീ പെണ്ണുങ്ങളെ വിളിച്ച് മീനെല്ലാം ചാപ്പയെ കൊണ്ടിട്. എന്റെ അക്കന്റെ വീതം അതങ്ങ് കൊടുത്തയച്ചേക്കാം. അക്കന്റെ അടുത്ത് പോയി നിൽക്കണം കേട്ടാ. ഓ ഒന്ന് വേഗം വാ. കടപ്പുറത്ത് വിളിയെല്ലാം കേൾക്കണുണ്ട്. മീൻ ഒത്തിരി ഉണ്ടെന്നാ തോന്നുന്നത്. പച്ചമാറാത്ത ശരക്കാണല്ല. പലയും വീഴുന്ന സൈസാണ് വർഗീസേ. ഒരു തവണത്തേക്ക് ഒന്നും പൊറുക്കണേ. യവനങ്ങ് അക്കരെ ഉള്ളവനാ. നീ ബാബോളെ പോലീസ് ഇൻസ്പെക്ടർ ഒറ്റ കുത്തിന് കുത്തി മറച്ചോണാ ചെമ്പരുത്. അറിയാമോ? നീയൊക്കെ വല്ല പോക്കത്തോരെ വിളിച്ച് പറഞ്ഞിട്ട് പൊടി തട്ടിട്ട് ഇറങ്ങി പോവും. ചെമ്പറിന്റെ ജയിലിൽ നിന്ന് വരുമ്പോ സമാനം പറയണ ഞാനാണ്. എനിക്ക് കാപ്പിയില്ല, ചായയില്ല. നെയ്യപ്പോണോ വേണോ? നിന്റെ ഒരു കൊട്ടയും നിന്റെ ഒരു പട്ടിയും. കച്ചവടവും കണക്കൊന്നും നോക്കണ്ട. 12 വെള്ളം 300 രൂപ കൊടു. എന്ത് പോയി? അതേ കൊണ്ടോ?
എത്രയുണ്ടടാ? പിരിവ് 300 രൂപ. നമ്മുടെ ദൂരെടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട്. അക്കന്റെ വീതം അക്കൻ കാത്തിരിക്കണ്. ഇതാ അവിടെ കൊണ്ട് വായിക്കരിക്കിട്. വേഗം ചെല്ലും. വർഗീസിന്റെ കട നല്ല ചൂട് ഉണ്ണിയപ്പം കിട്ടും. അടപ്പട്ടം തിന്നുന്നത് നിന്റെ തൊഴിലല്ലാണ്. അതിനിതുവരെ നേരം വണ്ണം കഴിക്കാൻ കിട്ടിയിട്ട് വേണ്ടേ? ഞാൻ പോണേന്ന് കേട്ടോ. അക്കം വിളിക്കും. അക്ക നീ വന്ന രണ്ടാം കളിക്ക് ടാക്കീസിൽ രാജാവിന്റെ മോൻ മോഹൻലാലിന്റെ പടം അതിയുടെ കൈയിട്ട് വാരിയത് കൊള്ള ലാഭമല്ലേ എടുക്കണത്. കുറച്ച് ഞങ്ങളും കൈയിട്ട് വാരി എന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. മുഴുവൻ മറ്റുള്ളവന്റെ ചക്കാത്തി കഴിയാനേ എനക്ക് വിളിച്ചിട്ടുള്ളൂ. വിടുവാ പറയില്ല. എന്താണ്ട നിനക്ക് മാത്രം എത്ര ഹുങ്ക് ചെതുമ്പലിളക്കി കളയും കേട്ടാ. നീ നിന്റെ അക്കന്റെ ചെലവിലല്ലടാ പുട്ടടിച്ച് നടക്കണത്. അതിന് നിനക്കെന്താണ്ട കൂടുതൽ വളഞ്ഞാ നിന്നെ ഞാൻ തട്ടും. നീ നൊട്ടും. നീ എന്റെ തരത്തിന് പോയി കളിയടാ. നീ നിന്റെ അക്കന്റെ തിണ്ണലല്ലടാ പറയണത്. ജപന്റെ മോന്തക്ക തൊലികളായിട്ട് എന്നെ പിടിച്ചാളി എന്നെ പിടിച്ചാളി. അല്ലെങ്കിൽ വേണ്ട. നീ ചെവിയിൽ നിന്നുള്ളിച്ച നിന്നെ ഞാൻ ഉപ്പിട്ടണക്കും. എത്ര നേരം പറഞ്ഞ എങ്ങനെ കാത്തു നിൽക്കുക? കാര്യം പറഞ്ഞാൽ നിനക്ക് തിരിയില്ലേടി. കാത്തുക്കുട്ടിക്ക് കൊടുത്തിട്ട് ബാക്കി പോവുണ്ടെങ്കിലേ ഞാൻ വിൽക്കുക കേട്ടാ. നിങ്ങൾക്ക് ഓളെ പേടിയാ, അല്ലാണ്ടെന്താ? പിന്നെ എനിക്ക് മാത്രമാണ് അടി പേടി. തുറക്കാർക്ക് മുഴുവനും ചെമ്പരൻ നിന്റെ മോളെന്ന് പറഞ്ഞാൽ പേടിയാ, അറിയാവാ? ആ ഞാൻ കാത്തുക്കുട്ടിനെ നോക്കിയിരിക്കായിരുന്നു. 3 രൂപ കിട്ടാ. പാപ്പ ഇനി പറയുന്നടി നിങ്ങൾക്ക് എത്രയാ വേണ്ടത്? 2 ഉപ്പിയുടെ കൊണ്ടുവിടാ. ആ സാധനം തീർന്നു. ഇരിക്കണതാ. അന്തപ്പ നിനക്ക് ജീവനിൽ പേടിയില്ലേ? എനിക്ക് ഈ കേൾപ്പ് വേണം. എപ്പം പൂസാണ് കേട്ടാ. എനിക്ക് വേണം. അത് ചെമ്പരന്റെ മറ്റാന് മാറ്റി വെച്ചിരിക്കണ കള്ളാണെന്നറിയാവാ. അങ്ങേര് ജയിലിൽ ഗോതമ്പുണ്ട് എന്നുകൊണ്ട് കിടക്കല്ലേ. ഉണ്ട തിന്നിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല കേട്ടാ. വന്നാൽ എന്താ തിന്നോ? ഇങ്ങനെയുള്ള വിവരക്കേട് പറയല്ലേ കേട്ടാ. ചെമ്പരന്റെ വെപ്പാട്ടി എന്റെ അക്കൻ തന്നെ. പക്ഷെ ഞാനായാലും ദേഷ്യം വന്നാ മച്ചാന്റെ കണ്ണു കാണൂല, അറിയാവാ. എന്നാൽ എനിക്കൊന്ന് കാണണം. ചെമ്പരന്റെ മച്ചന്റെ കള്ളി തൊട്ടവനെ ഞാൻ തട്ടും. എന്നാ തട്ടി അന്തപ്പ കള്ളിന്ന് കൈവിടി. ജയിലിൽ നിന്ന് വരുന്ന ചെമ്പരന്ന് അറിഞ്ഞാ ഇടിച്ച് നിങ്ങൾ കൊച്ചുനാളിലെ കുടിച്ച മുലപ്പാൽ ഒളിക്കൊണ്ട് നിങ്ങൾ വരി. നടക്കപ്പാ. എവന്റെ കുടലും മണ്ണ തിന്നും. വീട്ടിലെ പിള്ളാരുടെ കുഴപ്പടക്ക 2 കിലോ കപ്പ വാങ്ങാൻ പോലും കാശില്ലാന്ന് വെച്ചാ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ തുറയുടെ നാശമായിരിക്കും. നിന്റെയൊക്കെ മോൻ കണ്ടിട്ട് 4-5 ദിവസമായല്ലോ. എന്താടാ പെട്ടെന്നൊരു വരവ്? വല്ലവരും കടലിൽ മുങ്ങി ചത്തോ? മനുഷ്യൻ ചാകാതെ ചത്ത് കടലിൽ പോയി പിടിച്ചോണ്ടുവന്ന മീനാണ്. എന്നിട്ടും പിടിക്കാനാണ് കഞ്ഞിക്ക് കാശില്ലെന്ന് പറഞ്ഞ എന്താടാ ഒരു ചുറ്റിക്കളി? തെളിച്ചങ്ങോട്ട് പറയ്. ചെമ്പരുന്തിന്റെ സിൽബന്തികൾക്ക് വട്ടക്കാശ് കൊടുത്ത് മുടിഞ്ഞിരിക്കുന്നു. വള്ളക്കൂലിയും വട്ടക്കാശും കഴിഞ്ഞ് നമ്മുടെ ഒരു നൊട്ടയും ബാക്കിയില്ല. ഞാൻ എന്ത് വേണമെന്നാ നിങ്ങൾ പറയണേ? നമ്മളെ കൊണ്ട് ഇനി വട്ടക്കാശ് കൊടുക്കാൻ പാങ്ങില്ല. വേണ്ട, കൊടുക്കണ്ട. ചെമ്പരന്ത് ജയിലിൽ നിന്ന് വരുമ്പോഴും ഈ ചങ്കൂറ്റം കാണണം നിനക്കൊക്കെ. ഇപ്പൊ ഉടക്കണവരാവൻ വരുമ്പോ ചിലപ്പോ കുത്തി കൊടലെടുത്ത് മുത്തുമാല അണിയുന്നു വരും. അപ്പൊ കൈയും കാലിട്ടടിക്കരുത്. അതിനുള്ള മനക്കെട്ടി നിനക്കുണ്ടെങ്കിൽ ഒട്ടക്കാശ് കൊടുക്കണ്ട. എന്താടാ നാവിറങ്ങിപ്പോയോ? ബോട്ടുകാര് തുറയിൽ മീൻ പിടിക്കാൻ വന്നപ്പോ അതിൽ 5-6 കുത്തി നടത്തുന്ന ചെമ്പരന്തല്ലേ? ചെമ്പരന്തിന് നിങ്ങൾ ഒട്ടക്കാശ് കൊടുക്കണമെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മ പട്ടിനെടുത്ത് ചാകണമെന്നാണോ? അതേടാ, അത് മരക്കാന്മാരുടെ തലയിലെഴുത്ത. ചാകര വരുമ്പോ കിട്ടുന്ന കാശ് തിന്നും കുടിച്ചും അവസാനിപ്പിക്കും. എന്നിട്ട് കാറും കോളും കേറുമ്പോ പട്ടിണി കിടന്ന് ചാവും. നിന്റെയൊക്കെ വിധിയാ അത്. ദേ എന്റെ നേരെ മെനക്കെടുത്താ എല്ലാവരും പോ. 2-3 എണ്ണത്തിനെ പിടിച്ച് മോന്തക്ക തൊലികളായിട്ടാ. കുറച്ച് നാളായി എന്റെ കത്തിക്ക് ജോലിയില്ല. കത്തി വലതുണ്ട് ഇവിടെ. താഴ്ത്തിട്ടെ ഞാൻ നിനക്കൊരു നേന്ത്രപ്പഴം തരട്ടെ. ഈ കത്തി കൊണ്ട് അതൊന്ന് മുറിച്ചു കാണിക്കും. ഒന്ന് പോടതണ്ടി. ഒരു ചായ, ഒരു വെള്ളച്ചായ. ഒരു ചായ എടുക്ക്. എടാ ബാപ്പുട്ടി, ചെമ്പരന്ത് വരാറായി. നീ വേഗം തുറന്ന് പോയിക്കോ. വന്നിട്ട് അയാളെന്നെ എന്താക്കാനാ? നീ അല്ലേ അയക്കെതിരെ സാക്ഷി പറഞ്ഞത്? ഹൈദ്രോസ് ജയിലിൽ നിന്ന് വന്നപ്പോ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇപ്പോഴും നീ കടാപ്പുറത്തുണ്ടോ ചെമ്പരന്ന് അന്വേഷിച്ചു എന്ന്. ചാകൻ താച്ച ഈ കടാപ്പുറത്ത് പൊക്കോടാ. അല്ല, ഈ ജോസയുടെ വീട് എവിടെയാ? ഏത് ജോസാ? അഞ്ചിലാത്തേന്ന് പറയും. ഓ, അയാൾ ഇവിടുന്ന് പോയിട്ട് കുറെ നാളായി. ഇപ്പൊ അവിടെ പെങ്ങള് ത്രേച്ച മാത്രമേ ഉള്ളൂ അവിടെ. നമ്മളാരാ? ഞാൻ ജോസയുടെ ഒരു ചെങ്ങാതിയാ. വീട് എവിടെയാ? ഇവിടുന്ന് നേരെ പോയാല് പള്ളി കഴിയുമ്പോ ഒരാമ്പൽക്കുളമുണ്ട്. അതിന്റെ അടുത്തായിട്ടാ.
ചാലിച്ചു ചാത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ. ഈ തുറയാലത്തെ മോശ. ഞാനും ജോസ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഈ സ്ഥിതിയിൽ കുട്ടി ഒറ്റയ്ക്ക് കഴിയുന്നതിനുള്ള ബുദ്ധിമുട്ടോർത്ത് ഞാൻ പറഞ്ഞതാണ്. മഠത്തിൽ മറ്റുള്ളവരോടൊപ്പം കഴിയുമ്പോൾ എല്ലാം മറക്കാൻ കഴിയും. ഇല്ലച്ചോ, ജോസച്ചായും വരാണ്ടിരിക്കില്ല. എന്നെങ്കിലും ജോസച്ചായും വരുന്നതുവരെ എന്ത് കഷ്ടം സഹിച്ച് ഞാനിവിടെ കഴിഞ്ഞോളാം. പിന്നെ എല്ലാം ത്രേസ്യയുടെ ഇഷ്ടം പോലെ. ഞാൻ ഇറങ്ങട്ടെ. അല്ല, ഇതല്ലേ ജോസയുടെ വീട്? നിങ്ങൾ എവിടുന്നാ? ഞാൻ ജോസയുടെ ചങ്ങാതിയാ, മായൻകുട്ടി. കണ്ണൂർ തുറയുന്ന വരിക. ത്രേസ്യ ആ, പറയാൻ ഇത്തിരി വിഷമമുണ്ട്. ജോസ മരിച്ചു. കാറും കോളും ഉള്ള കടലായിരുന്നു. വിചാരിക്കുന്നതിന് മുമ്പ് വള്ളം മറിഞ്ഞു. തോണിന്മേലെ എനിക്ക് പിടികിട്ടി. കൈയെത്തിപ്പിടിക്കും മുമ്പ് ഒരു വലിയ തിര ഓനെ കൊണ്ടുപോയി. മുങ്ങിത്താഴും മുമ്പ് ഓനൊന്നേ പറഞ്ഞുള്ളൂ, മായ, എന്റെ പെങ്ങളെ നോക്കണേ. ഇത് ഓന്റെ പെട്ടിയാണ്. പെങ്ങളുടെ കഴുത്തിലൊരു മിന്ന് കാണണമെന്ന മോഹത്തില് ഓൻ സമ്പാദിച്ചതെല്ലാം ഇതിലുണ്ട്. ജോസയും ഞാനും ഒരു മെയ് പോലെ കഴിഞ്ഞതാ. പെങ്ങളുടെ കഴുത്തിൽ ഒരു മിന്ന് കെട്ടി കാണണമെന്ന ഓന്റെ മോഹം നടത്തിയിട്ട് പോകാനാ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഉപ്പാപ്പനെ എവിടെയെല്ലാം നോക്കി. ഉപ്പാപ്പ എന്താ എപ്പോഴും ഇവിടെ വന്ന് നിൽക്കുന്നത്? മോളെ, ഈ കടപ്പുറത്ത് നമുക്കാകെ ഒരു സംഗതിയേ ഉള്ളൂ. നമ്മളൊക്കെ വയസ്സുള്ള ഈ അരയങ്കോട്ട. നമ്മളിവിടെ വന്ന് അരയാ എന്ന് വിളിച്ചാല് കോട്ടയിന്റെ ഉള്ളിൽ നിന്ന് കോട്ടയിന്റെ ആത്മാവ് എത്തി വലിഞ്ഞ് നമ്മളെ നോക്കും. നമ്മളെ കണ്ട് ചിരിക്കും. എന്നിട്ട് നമ്മള് പിണങ്ങും, ഇണങ്ങും. അങ്ങനെ എന്നാ ഒന്ന് വിളിച്ചേ. അരയാ വന്നു കണ്ട. ഞാനൊന്നും കാണുന്നില്ല. ഈ ഉപ്പാപ്പയ്ക്ക് വട്ടാ. വട്ടാണ് മോളെ. ഈ ദുനിയാവ് ആവശ്യത്തിൽ കൂടുതൽ കണ്ടതിനെ കൊണ്ടുള്ള വട്ട്. നേരം പെരുത്ത് കിട്ടി, വാ പോവാ. നാളെ കാണാറിയാ. ഇന്ന് വരും നാളെ വരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. ഓരോ വള്ളം വരുമ്പോഴും അച്ചായൻ അതിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും. ആകെയുള്ളൊരു കൂട്ട് ഈ അബ്ദു മാത്രമായിരുന്നു. മനസ്സ് നിറയെ തീയുമായിട്ടാണ് ഇത്രയും നാള് കഴിഞ്ഞത്. സന്ധ്യ മയങ്ങിയാല് പുറത്തു നിന്ന് പൂവാലന്മാര് ചൂളമണി തുടങ്ങും. ത്രേസ്യ കുട്ടി പേടിക്കണ്ട. ഇനി ഒരു ശൈത്താൻ ഈ വഴി വരില്ല. അന്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഞമ്മളും ചന്തൂട്ടി ഇവിടുന്ന് പോവൂ. അല്ലിക്ക, ഇവൻ എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കണേ? ഓനിങ്ങനെയാ, പേരുത്തൊന്നും മിണ്ടൂല്ല. പടച്ചോനെ, ഇക്കാൻ ഇവൻ എവിടുന്ന് കിട്ടി? തുറയില് ജോലി തേടി വന്ന പിന്നെ ഞമ്മടെ കൂടെ കൂടി. ഓൻ ഞമ്മക്കൊരു കൂട്ടായി, ഓന് ഞമ്മളും ഒരു കൂട്ടായി. ആ ഇക്ക, നാളെ തോണി ഇറക്കുമ്പോ കറുപ്പയ്യനും കൂട്ടരും പൊല്ലാപ്പുണ്ടാക്കിയൊന്നു വരും. നിങ്ങൾ കരുതിക്കോളി. അബ്ദു, ഈ കടലും തുറയൊന്നും ഒരുത്തിന്റെയും വാപ്പയുടെ വകയല്ല. മായന്റെ തോണി തടുക്കാൻ മാത്രം പോന്നോൻ ഈ തുറയിലുണ്ടെങ്കിൽ ഓനെ ഞമ്മക്കൊന്ന് കാണണം. തോണിയിൽ കൂട്ടിന് നീ ഒരു 4-5 ആളെ കൂടെ വിളിച്ചോളി. അത് ഞമ്മളെ അബ്ദു, കച്ചവടമാക്കിയിട്ട് നിങ്ങൾ കുടിയിലോട്ട് വന്നോളി. നോക്ക്, ഈ തള്ളി ഇറങ്ങില്ലല്ലോ. നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ കടലിലെറിയും. അപ്പോഴേ ഈ കടാപ്പുറത്ത് വട്ടക്കാശ് എന്നൊരു ഏർപ്പാടുണ്ട്, അറിയാമോ? അറിയാൻ പറ്റെങ്കിൽ ആ കാശ് തരാൻ ഞമ്മക്ക് സമ്മതമില്ല. എന്നായി തുറയില് വള്ളം ഇറക്കാനും പറ്റൂല. ഇറക്കാവെന്ന് ഞമ്മള് നോക്കട്ടെ. വെറുതെ തടി കേടാക്കല്ലേ.
എടാ ഈ തുറയിൽ ചക്കാത്തിന് നടന്ന് പിരിച്ച് തിന്നുണ്ടാക്കി തടിയല്ല നമ്മുടേത്, അധ്വാനിച്ചുണ്ടാക്കിയതാ. നീയൊന്നും വിചാരിച്ച ഒരു പുല്ലും ചെയ്യാനില്ല. നമുക്ക് കാണാം. കഥ മാറ് പോയി ചെമ്പരുന്ന് മച്ചാൻ മണ്ണോ പട്ടക്കാശ് വീട്ടിൽ കൊണ്ട് തരേണ്ടി വരും. അവന്റെ കുടൽമാല ഊരി ഞാൻ വള്ളത്തിന് മാലയിടും കേട്ടാ. ഓ വലിയ ചൊണയായിപ്പോയി. അതിനോട് നിന്നപ്പോ ഈ ധൈര്യം കണ്ടില്ലല്ലോ. ഇതിലേതെടുത്ത് നോക്കണമെന്ന് ആലോചിക്കുന്നിടക്കണം സ്ഥലം വിട്ട് കളഞ്ഞു. എന്റെ മരണം അവന്റെ കൈ കൊണ്ടായിരിക്കും. ഛീ, അവന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും കേട്ടാ. എന്തിനാണ് അവന്മാരോടൊക്കെ വഴക്കിന് പോണത്? ആ കറുപ്പയ്യനും കൂട്ടരും എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടത്തിലാ. കടലമ്മ കനിഞ്ഞു തരണ മീന് കണ്ടോന് കൊടുക്കാനുള്ളതല്ല. ഇക്കാലപ്പോലെ 2-3 പേര് ചോദിക്കാനുണ്ടെങ്കിൽ വട്ടക്കാശിനൊരു ഏർപ്പാട് ഈ തുറയിൽ ഉണ്ടാവില്ല. ഏതായാലും നമ്മൾ തോറ്റു മടങ്ങാനൊന്നും പോണില്ല. അപ്പോ ത്രേസി ചേച്ചിന്റെ കല്യാണം എന്നാ? അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ആ കല്യാണത്തിന് ഞാൻ നാളെ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിന്റെ കല്യാണം ശരിയായാലുടൻ തരവന്റെ അടുത്ത് ഒരു കല്യാണം കൂടി ശരിയാക്കാൻ പറയണം. എവിടെയാ? ആർക്കാടാ? ഇക്കാക്കി. ഇനി ഇങ്ങനെ ഒറ്റത്തടിയായിരുന്ന ശരിയാവൂല. ഞമ്മളടുത്ത് തന്നെ വേണോടായത്. കെട്ടാൻ മുട്ടി നടക്കുന്ന ഈയാണ്. ഞമ്മള് കാണുന്നുണ്ട്. വഴിയിൽ കൊച്ചു പെങ്കിടാങ്ങളെ കാണുമ്പോ അന്റെ മുഖത്തൊരു ഷോപ്പ്. അയ്യ, നിന്ന് കുണുങ്ങണ കണ്ടില്ലേ? കാര്യായിട്ട് തന്നെ പറയാ. ഞാനും നോക്കാം. അയ്യോ, ഞമ്മടെ മരക്കാത്ത പെണ്ണുങ്ങൾ പറ്റൂല. 1000 കുട്ടിയാ. ഈ ഗ്രാമത്തിലെ കാവില് പോണം. തിങ്കളാഴ്ച തൊഴ നല്ല പെൺകുട്ടികൾ ഒരു ഒന്നിനെ നോക്കി വെച്ചാ നിക്കാഹി നമ്മൾ നടത്തിത്തരാം. എന്താടാ അബ്ദു? പോയിക്കോ. ഓന് നാളെ. മോളെ, ഈ ആദ്യം എന്റെ മൂക്കത്തെ ഇഞ്ചികളെ എല്ലാരോടും സ്നേഹമായും മര്യാദയോടും പെരുമാറാൻ പഠിക്കണം. എന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി പാപ്പ. ഞാനെന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഭാഷയുടെ കാര്യത്തില് ഈ ബാപ്പന്റെ മോള് തന്നെ. പക്ഷെങ്കിൽ പെൺകുട്ടികൾക്ക് ഭാഷ ഒരിക്കലും പാടില്ല. നിന്റെ സ്വഭാവം മാറ്റാൻ ഇനി ഒരു വഴിയേ നമ്മൾ കാണുന്നുള്ളൂ. ഒരു ദിവസം ഒരാൺകുട്ടി വരും നിന്റെ ഹുങ്കി തീർക്കാൻ. നല്ല ചേലുള്ള വീറുള്ള ചോരത്തുളപ്പുള്ള ഒരു മരയ്ക്ക. ഓൻ നിന്റെ വായി മൂടിക്കെട്ടും. കളം വരച്ച് അതിനകത്ത് നിർത്തും. കഴുത്തിൽ കയറി കെട്ടി മാടുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചോട്ട് കടക്കും. എത്ര ദിവസമായി നമ്മൾ നിന്നോട് പറയുന്നു തിങ്കളാഴ്ച വ്രതം നോക്കാനും കാവിപ്പോയി തൊഴാനും. അങ്ങനെ ചെയ്താലെ കൊണ്ട് ഒത്ത കണവനെ കിട്ടുമെന്ന തുറയിലുള്ള വിശ്വാസം. ഉപ്പാപ്പ ഇസ്ലാമല്ലേ? തിങ്കളാഴ്ച വ്രതത്തിനെ കുറിച്ചൊക്കെ എങ്ങനെ അറിയാം? ഈ ഉപ്പാപ്പാക്ക് ജാതിയും അതൊന്നും ഇല്ല മോളെ. അമ്പലത്തിലെ ശംഖനാദവും വാങ്കി വിളിയും പള്ളിമണി ഓശയും എല്ലാം ഉപ്പാപ്പ കേൾക്കണ ഒന്നുപോലെയാ. ജാതി നോക്കണോ നമ്മൾ ചെമ്പരന്തിന് വളർത്തിയത്, ഇന്ന വളർത്തിയത്? ജാതിയും മതവുമല്ല, മനുഷ്യനാണ് വലുത് മോളെ, മനുഷ്യൻ. ഇതിൽ നിന്നും ശകലം കുങ്കുമം എടുത്ത് ഇപ്പൊ തന്നെ നെറ്റിയിലിടുക. മോഹിക്കുന്നത് മനസ്സിൽ ധ്യാനിക്കുക. വെളുക്കുവോളം ഈ കുങ്കുമം നെറ്റിയിൽ തന്നെ അഴിയാതെ സൂക്ഷിക്കണം. വെളുക്കുമ്പം കടല് വെള്ളത്തിൽ കഴുകി കളഞ്ഞ് കുളിച്ചാല് നിങ്ങൾ മോഹിക്കുന്നത് നടക്കുന്നതാണ്. തൊട്ടോളൂ.